നമസ്കാരം സുഹൃത്തുക്കളെ, സക്സസ് ഗൈഡിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: അടുത്തിടെ ഗവേഷകർ വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം. ഗവേഷകർ വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ലിറ്റ്സിയ വാഗമണിക്ക. ലിറ്റ്സിയ വാഗമണിക്ക. 2024 ഏപ്രിലിൽ കേരളത്തിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ. 2024 ഏപ്രിലിൽ കേരളത്തിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ്. കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ്. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹി. UNFPA-യുടെ 2024 റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം. UNFPA-യുടെ 2024 റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ഇന്ത്യ. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് കോഴിക്കോട്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവുമധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവുമധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല മലപ്പുറം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ഏപ്രിലിൽ ആഘോഷിച്ചത്? ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ഏപ്രിലിൽ ആഘോഷിച്ചത്? 75. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ പൗരനും സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന്റെ ആവശ്യകതയെ വിളിച്ചോതുന്ന വോട്ടിംഗ് മഹത്വം ഓർമ്മിപ്പിച്ച് പുറത്തിറക്കിയ വോട്ടിംഗ് ഗാനം വന്ദേ വോട്ടരെ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ പൗരനും സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന്റെ ആവശ്യകതയെ വിളിച്ചോതുന്ന വോട്ടിംഗ് മഹത്വം ഓർമ്മിപ്പിച്ച് പുറത്തിറക്കിയ വോട്ടിംഗ് ഗാനം വന്ദേ വോട്ടരെ. ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് എവിടെ? അരുണാചൽ പ്രദേശ്. അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലാർ അട്രോഫി അസുഖം ബാധിച്ച 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. അപ്പോൾ കേരളമാണ് സ്പൈനൽ മസ്കുലാർ അട്രോഫി അസുഖം ബാധിച്ച 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. തൃശൂർ പൂരത്തിന് ആനകളും ജനങ്ങളും തമ്മിലുള്ള ദൂരപരിധി എത്ര മീറ്ററാണ് ഉയർത്തിയത്? തൃശൂർ പൂരത്തിന് ആനകളും ജനങ്ങളും തമ്മിലുള്ള ദൂരപരിധി എത്ര മീറ്ററാണ് ഉയർത്തിയത്? 6 മീറ്റർ. കേരളത്തിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ല കൊല്ലം. ചരിത്രത്തിൽ ആദ്യമായി ആൻഡമാൻ നിക്കോബാറിൽ നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദിവാസി വിഭാഗം ഏത്? ചരിത്രത്തിൽ ആദ്യമായി ആൻഡമാൻ നിക്കോബാറിൽ നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദിവാസി വിഭാഗം ഏത്? ഷോംപെൻ.
2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട മോഹിനി എന്ന ചിത്രം ആരുടേതാണ്? രാജാ രവിവർമ്മ. 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട മോഹിനി എന്ന ചിത്രം ആരുടേതാണ്? രാജാ രവിവർമ്മ. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിറക്കിയ ഹൈക്കോടതി. 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേരളത്തിലെ ആഡംബര നികുതി ലക്ഷറി ടാക്സിന്റെ പുതുക്കിയ പേര്. ആഡംബര നികുതിയുടെ പുതുക്കിയ പേര് അധിക നികുതി അഡീഷണൽ ടാക്സ്. ISPS കോഡ് ലഭിച്ചതിനു ശേഷം ബേപ്പൂർ തുറമുഖത്ത് എത്തുന്ന ആദ്യ വിദേശ വിനോദയാത്രാ കപ്പൽ. ISPS കോഡ് ലഭിച്ചതിനു ശേഷം ബേപ്പൂർ തുറമുഖത്ത് എത്തുന്ന ആദ്യ വിദേശ വിനോദയാത്രാ കപ്പൽ ലോഹൻക. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കുന്നതിന് കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കുന്നതിന് കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല തൃശൂർ. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല തൃശൂർ. തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണം. തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ പ്രതിഭാസം. കള്ളക്കടൽ പ്രതിഭാസം. 2024 ഏപ്രിലിൽ 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയതെവിടെ? 2024 ഏപ്രിലിൽ 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയതെവിടെ? കച്ച്, ഗുജറാത്ത്. ഗുജറാത്തിലെ കച്ചിൽ നിന്നും IIT റൂർക്കിയിലെ ഗവേഷകർ കണ്ടെത്തിയ ഫോസിൽ ലോകത്ത് ജീവിച്ചവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിന്റേതാണെന്ന് കരുതുന്ന ഫോസിലിന് നൽകിയ പേര് വാസുകി ഇൻഡിക്കസ്. ഗുജറാത്തിലെ കച്ചിൽ നിന്നും IIT റൂർക്കിയിൽ ഗവേഷകർ കണ്ടെത്തിയ ഫോസിൽ ലോകത്ത് ജീവിച്ചവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിന്റേതെന്ന് കരുതുന്ന ഫോസിലിന് നൽകിയ പേര് വാസുകി ഇൻഡിക്കസ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.